എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ 3 പേരുള്ളൂ. ഇരിക്കുവാ കഴിക്കാനോ? ഇത് എന്തിന്റെ ആണോ? ഇതാരാ? അനിയനോ? നേരെ അനിയനോ? ശരിക്കും ഏട്ടനെ പോലട്ടല്ലോ കണ്ടിട്ട്. ആണോ? നിനക്ക് വളർച്ച കുറഞ്ഞു പോയതല്ല. എടാ ഇതാ ഇത് ഇടക്ക് വെക്ക്. എന്ത്? ഇപ്പൊ മുറിക്കണോ? മുറിക്കാം. വാ ഇരിക്ക്. എടാ ചെയർ എടുത്തേ. അല്ല ഒരു കാര്യം, ചെയർ നമുക്ക് സോഫ എടുത്തിടാ. സോഫേ ഇവിടെ ഇടാൻ പറ്റുമോ? ഇങ്ങോട്ട് എടാ വേറെ സോഫ എടുത്തോടക്കേ. അത് മീൻ പൊരിച്ചൊക്കെ ഉണ്ട്. എന്താ ചെയ്യണ്ടേ? മീൻ അതെല്ലാം മാറ്റാൻ അങ്ങോട്ട് പൊരിക്കണോ? മുട്ടിക്കല്ല. ഇതെന്താ? അതെടുത്തുന്ന കേക്ക് മാത്രം എടുത്തിട്ടോ? ഐസ്ക്രീമോ? ഇത് നമുക്ക് കുറച്ചു കഴിക്കാം. എന്നിട്ട് വിശേഷം പറ. ഇരിക്ക്. വാ മിന്നെ ഇരിക്ക്. എവിടെ ഇരിക്ക്? എവിടെ ഇരുന്നോ? ഇരിക്ക ബ്രോ. വാ ഇരിക്ക്. നിങ്ങൾ ഗസ്റ്റ് അല്ലേ? നാണിച്ചിരിക്കല്ല. അല്ല നീ അവിടെ ചെയറും കൂടി ഇട്ടോ. കുഴപ്പമില്ല, ഇരിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ചെയറിന്. എന്നിട്ട് എന്താ നമ്മളെ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? എടാ മൈക്ക് കൊടുക്ക്. എന്നിട്ട് നമ്മൾ ഇന്റർവ്യൂ എടുത്ത പോലെ അല്ലല്ലേ ലൈവില് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ലൈവിന്റെ പ്രത്യേകത അതാ. ലൈവില് തൊപ്പിനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഇവര് രണ്ടാളും. ആണോ? ഇത് ഇവളെ അനിയനാടാ. അത് ഡോക്ടർ മിന്നു. അവളെ അറിയില്ല എനിക്ക്. എവിടെ കണ്ടിട്ടുണ്ട്? എടാ നീ കന്നഡ മാറ്റ്. എക്സ്പ്രഷൻ കാണാൻ പറ്റും. അവന്റെ പേടി പുറത്ത് വരും. അത് മറച്ചു വെക്കാനോ കണ്ണറിട്ടിട്ട് ജീവിക്കുന്നു. നാണമില്ലാത്തത്. എന്നിട്ട് എന്താ ചാറ്റ് എന്താ പറയുന്നത്? എടാ സൂപ്പറാ തുടങ്ങി. നിന്നെ കണ്ടു കഴിഞ്ഞാൽ സൂപ്പറാന്നുള്ള സാധനം മസ്റ്റ് ആണല്ലേ. ഇതാ സൂപ്പറാന്ന് പറഞ്ഞതാ. ഓളോടാണ് സൂപ്പറാവാനെ കുറിച്ച് ചോദിക്കുന്നത്. മിന്നുവിന്റെ അടുത്താണ്. അതാ ഇത്തവണ സൂപ്പറാവാ. ഇത് തായ്ലൻഡിൽ പോയപ്പോ മേറിനെ കൂട്ടിയില്ലല്ലോ. മിന്നുവിനെ കൂട്ടിട്ട് പോയി. പാവം. എന്തിനാണ് അതിവിടെ എടുത്തിട്ടത്? കുടുംബം ഇതെന്താ പെണ്ണ് കാണാമെന്നാ നീ? ജാസ്തി നമ്മൾ തമ്മിൽ ഒരു ഇന്റർവ്യൂ ബന്ധം ഉണ്ടായിരുന്നു. ആദ്യം എന്നിട്ട് മിന്നുവിന് കൊടുത്ത്. തോർത്തെടുത്തോ മറ്റേ അല്ല ഇവിടെ ചൂടാ. അതാ അത് ഇവിടെ എ സിയിൽ അത്ര തണുപ്പ് വരൂല. അതാ. എന്നിട്ട് സ്വീറ്റ്സ് എടുക്ക കൊടുക്ക. അച്ചപ്പം കലപ്പലെല്ലാം എടുത്ത് കൊടുക്ക. എന്നിട്ട് എന്തോ വന്നു? അല്ല മേറെ ഓൾറെഡി ഇവിടെ വന്നതല്ലേ? മിന്നു ആദ്യമായിട്ടല്ലേ വരുന്ന? ഇത് റാമ്പ് കൊണ്ടുവന്നത് നാട്ടിൽ കൊണ്ടുവന്നതാ. ഹായ് താങ്ക് യു. ഫുഡെല്ലാം കഴിച്ചോ? ഇല്ല. എങ്ങനെയുണ്ട് ഇവിടെ? ഞങ്ങള് കേക്ക് ഇവര് ഞങ്ങളുടെ അടുത്തൊക്കെ വന്നേക്കായിരുന്നു. നമ്മള് കേക്ക് കഴിച്ചു. രാത്രി 11 മണിക്ക് ആരാ ചായ കുടിക്കണേ? 11:30 എന്നിട്ട് ബ്രോ എന്ത് ചെയ്യുന്നു? കോസ്മോസാ? ടോപ്പ് മോസ്റ്റോ? എന്താ MSCയോ? അങ്ങനെ അത് വർക്കല്ലല്ലോ. അങ്ങനെ ഡെന്റലിന്റെ ഡോക്ടർ അത് മനസ്സിലായില്ല. ബ്രോക്കറിന്റെ പോലെ പേടിയുണ്ടല്ലോ. സോറി. അപ്പൊ നമ്മളെല്ലാരും ഒരുപോലെ. മിന്നു ആണ് ഇവിടെ പേടിയില്ലാത്ത ഒരാളെന്ന് തോന്നുന്നു അല്ലേ?
അല്ല നമുക്ക് ആദ്യമായിട്ട് ഇവിടെ പെൺകുട്ടികൾ ഗസ്റ്റ് വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു പേടിയുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ലൈവിൽ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ പേടിയുണ്ട്. പക്ഷെ മിന്നൂര് അങ്ങനത്തെ സംഭവമില്ല. മിന്നു ഭയങ്കര പേടിക്കാനുള്ളൊരു ബുദ്ധി വേണ്ട. എടാ ഒന്ന് വേർഡ് ബ്ലോക്ക് ചെയ്ത മോഡറേറ്റേഴ്സ് ഒന്ന് വേർഡ് ബ്ലോക്ക് ചെയ്ത ആ വേർഡ് ഒന്ന് ബ്ലോക്ക് ചെയ്ത എക്സ്ട്രാ ചെയർ ഇട്ട് കൊടുക്കുന്നത്. ചെയർ എടാ അത് എടുത്ത് ഇങ്ങോട്ട് ഇട്ടെ. അതായിരിക്കും നല്ലത്. അത് ഇറങ്ങിയിരിക്കണ്ട. ഇവിടെ ഇരുന്നോ? പേടിച്ചിരിക്കണം. എന്താ ആരെ മൊത്തത്തിലെല്ലാരും? അല്ല അങ്ങനല്ല. അല്ല വേറെ മുന്നേ ഇവിടെ വന്നതല്ലേ. വേറെ അങ്ങനല്ല. അല്ല മിന്നു അല്ല പുതിയ ആൾക്കാർ വരുന്നോണ്ട് നമുക്കൊരു ടെൻഷൻ. അങ്ങനെ മനസ്സിലാവും. ആണോ? എന്നാ എന്റെ മോന്തൊന്ന് ശരിയാക്കി കൊടുക്കോ? അതിന്റെ ഫാനാ. ആര്? മിന്നു. ശരിക്കും എല്ലാവർക്കും ആദിലിനെ മതിയല്ലോ. റീലിട്ട് കഴിഞ്ഞാ എന്റെ പൊന്നെ എന്താ ഇത് ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ, ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം അതില് സിംഗിൾ ആണോ സെറ്റാക്കി തരുമോന്നൊക്കെ. സത്യായിട്ടും ചാറ്റ് അത് തന്നെ സ്പാം ചെയ്തോണ്ടിരിക്കല്ല. മോഡറേറ്റേഴ്സ് ആരെങ്കിലും ഒന്ന് വേർഡ് ബ്ലോക്ക് ചെയ്ത് ഇവരെന്ത് ഇത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇതെന്താ ഇത്? അല്ല പ്രപ്പോസ് ചെയ്യാനും കിസ് ചെയ്യാനല്ലേ ഇവർ പറയുന്നത്. ഇവർ ഇങ്ങനത്തെ ഒരു ഓഡിയൻസ് അത് നോക്കണ്ട. സോറി എൻ്റെ ഇമ്മച്യൂർ ഓഡിയൻസ് അതാ. സോറി മൈ മിസ്റ്റേക്ക്. മോഡറേറ്റേഴ്സ് ഒന്ന് വേർഡ് ബ്ലോക്ക് ചെയ്ത മുനു പട്ടി ഷോ എന്ന് പറഞ്ഞോ. മുനു എന്താ പട്ടി ഷോ? എന്തോ കാണിച്ചു നമ്മൾ കാണാണ്ട് എന്തോ കാണിച്ചു. ചെയറിൽ ഇരിക്കാൻ പറയാൻ നീ അവിടെ ബുദ്ധിമുട്ടിരിക്കുന്ന കണ്ടിട്ടാണ്. ഭയങ്കര കെയറിങ് ആണ് മെച്ചൂർ ആണെങ്കിലും. അപ്പം എങ്ങനെയുണ്ട് ഇവിടെ നമ്മളെ ഗ്യാങ് ഹൗസ്? നിന്നോടല്ല, ഞാൻ മിന്നോട് ചോദിച്ചു. നിന്നോട് ആര് ചോദിച്ചു? ഞാൻ ഇപ്പുറത്തിരിക്കാം. മിന്നോട് അത് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള. ഓക്കെ എന്ത് വന്നു നമ്മളെ ഗ്യാങ് ഹൗസ് കണ്ടിട്ട് എന്ത് വന്നു മിന്നു? എങ്ങനെ കൊള്ളാന്നോ? ആണോ? അഫീഫിന് എന്ത് വന്നു? അഫീഫ് എന്ന് പറഞ്ഞാ സ്റ്റീലിന്റെ പേരല്ലേ? ഹനാൻഷാന്റെ അനിയന്റെ പേരല്ലേ അല്ലേ? ഗെയിം കളിക്കലുണ്ടോ? ആ മിന്നോ? ഇല്ല തീരെ ഗെയിമിങ് പരിപാടി ഇല്ലല്ലോ. ഇതൊന്നും ഒരു താല്പര്യം ഇല്ലാത്തൊരു മേഖല തോന്നല്ലേ ഈ ഗെയിമിങ് സ്ട്രീമിങ് ഇങ്ങനത്തെ എല്ലാം. അതെ ഡോക്ടർമാർക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. എടാ ഇതെന്താണ് ഇങ്ങനെ സ്പാം ചെയ്തോണ്ട്? കേട്ടാ വേറെ നീ പറ കാര്യങ്ങൾ മിന്നു നോട്ട് കംഫർട്ട്. അവിടെ നമ്മളെന്ത് കംഫർട്ടബിൾ അല്ലേ? അത് വേണ്ടേ? ജ്യൂസ് കൊള്ളൂല? അതെന്താ ആരും വിളിച്ചോണ്ടിരിക്കുന്ന? കൊറേ കോൾ ആയിരുന്നല്ലോ. അങ്ങനെ കോൾ സംസാരിച്ചിട്ട് കുഴപ്പമില്ല. അപ്പം മിന്നു ഡോക്ടർ എന്ത് ചെയ്യുന്നു? അല്ല ഡോക്ടർ സ്കിൻ ഡോക്ടർ അല്ലേ? എവിടെയാ വർക്ക് ചെയ്ത? കടവന്ത്ര. ഓക്കെ ഇപ്പൊ കാണുന്നില്ലേ? ഡാൻസ് ഒന്ന് പോയാ വായുട്ടി വേറെ നിങ്ങൾ എന്താ നിങ്ങൾ ഇങ്ങനത്തെ തന്നെ പറഞ്ഞോണ്ട് ഡാൻസ് വേണമെങ്കിൽ ചെയ്യാം. അത് പിന്നെയും കുഴപ്പമില്ല. നിങ്ങൾ ഈ പ്രപ്പോസ് അത് ഇതൊന്നും പറയല്ല. ഡാൻസ് ചെയ്യാലോ നമുക്ക്. ഡാൻസ് പാട്ട് പാടാം. ഇവിടെ ആരാ പാട്ട് പാടാൻ കഴിവുള്ള ആരാ? ശരിക്കും സത്യം ഇവൻ പാട്ട് പാടും. അല്ല ഇവിടെ വന്നിട്ട് വെറുതെ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. പാട്ട് എന്തായാലും പാടണം. പാട്ട് പാടണം. മിന്നു പാടോ? ഇവ നന്നായിട്ട് പാടും. ബ്രോ ഗിവ് ദം മൈക്ക്. അവിടെ സൗണ്ട് കേൾക്കുന്നില്ല. മൈക്ക് എവിടെ? ഉണ്ട് മൈക്ക് ഉണ്ട്. മൈക്ക് കൊടുക്ക്. പാടട്ടെ മൈക്ക് കൊടുക്ക്. പാട് ബ്രോ പാട് പ്ലീസ്. നമ്മളെല്ലാവരും റിക്വസ്റ്റ് ചെയ്യാലേ. ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ പാടി സ്റ്റാർട്ട് ചെയ്ത് തരാം. ഞാൻ ഒന്നിച്ച് പാടാണെങ്കിൽ. ചേട്ടാ ഏത് പാട്ടാ പാടേണ്ടത് ചോദിക്കുന്നുണ്ട്. ചെക്കൻ ഏത് പാട്ടാ പാടേണ്ടത് ചോദിക്കുന്നുണ്ട്. എത്ര വയസ്സായി? ചെക്കൻ എന്തെങ്കിലും വിളിക്കാൻ പറ്റുമോ? 22? കുഴപ്പമില്ല. നല്ലതാ. അപ്പൊ നിനക്ക് അത്ര 30? നിന്റെ അനിയൻ അങ്ങനെ 22? എനിക്ക് 22 ആയിട്ടില്ല. നേരെ അനിയനല്ല കസിനാ? സ്വന്തം അനിയൻ. ആണോ?
പക്ഷെ കാണാൻ ഒരു ഇതും ഇല്ലല്ലോ, ഒരേപോലെ ഒന്നും ഇല്ലല്ലോ, ഇല്ല ഞങ്ങളുടെ മൂക്ക് ഒരേപോലെ ഒന്നുമില്ല. ഒരേപോലെ ഇല്ല ഇല്ല, നിങ്ങളെ കാണാൻ ഒരു സാമ്യതയും ഇല്ല. ഓനെ കാണാൻ നല്ല രസമുണ്ട്. റാംബോ നമ്മള് ഫ്രണ്ട്സ് ആയിരുന്നു. എൽ ചാറ്റ് എൽ ചാറ്റ് ബ്രോ, കാര്യം പറയല്ല. എൽ ചാറ്റ് 45K വാച്ചിങ്, ലെറ്റ്സ് ഗോ. W45K. അതാ സൂപ്പർ ചാറ്റ്, സൂപ്പർ ചാറ്റ്. ജാസി മിന്നുവിനെ തൊട്ട് കളിക്കല്ലേ? ജാസി എന്ത് നീ ആദ്യം കൊടുത്തില്ലേ ഓക്കെ മറ്റേ ഇത് ഗ്ലാസ്? ഫോണിന്ന് മതി. അനിയനല്ല അളിയനോ? കോൾ സൂപ്പറാവാന്ന് വിളിക്കണോ? കുറച്ചേന് വിളിക്കാം. അല്ല ഇപ്പൊ പാട്ട് പാടാൻ നിൽക്കാൻ പറ്റില്ല. കുറച്ചേന് വിളിക്കാം സൂപ്പറാവാ. ഇപ്പൊ പാട്ട് കമോൺ മാൻ. നീ ഏത് പാട്ടാന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തരാം. അല്ല ഞാൻ ആലോചിക്കട്ടെ, അപ്പഴത്തേക്കും നമുക്ക് എല്ലാം അഫീഫ് വരാൻ തുടങ്ങി. എല്ലാം വരാൻ തുടങ്ങിയ പെട്ടെന്ന് പാടിക്കോ. എല്ലാം വരാൻ തുടങ്ങിയ ഞാൻ പാടാം കുറച്ച്. ചിറാപ്പുഞ്ചി പാടാൻ മതി. മൂക്ക് വെച്ച് പാടാ? അത് സൗണ്ട് മേലെ പാട്ടാ? അതാ അതാ പാട്. ഞാൻ പറഞ്ഞേ കുറച്ച് രണ്ട് ഫാത്തിമേ, നിന്റെ പേരപ്പം മെഹർ എന്നല്ലേ? ഗൈസ് ലീക്ക് ആയിട്ടുണ്ട്. മെഹറിന്റെ ശരിക്കുള്ള പേര് ഇപ്പൊ സംഭവം ഇവള് കുറച്ച് ജാടൊക്കെ പേര് മാറ്റി. ഇവളെ പേര് പാത്തുമ്മാനാണ്. ഇവളെ പാത്തുന്ന് ആൾക്കാർ വിളിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് മെഹർ എന്നാക്കിയത് പേര്. ക്ലീൻ ക്യാമറ. അവിടെ ക്യാമറ ഒന്നും തുടച്ചേ. ഞാൻ പറഞ്ഞല്ലോ മിന്നു ജാട പട്ടി ഷോ. ഞാൻ പറയുന്നതല്ല കേട്ടാ, ഞാൻ പറയുന്നല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നേ ഇല്ല. മിന്നു അത്രയും ഹമ്പിളായിട്ട് ഇവിടെ ഇരിക്കുന്നു. അമ്പലല്ല, ഹമ്പിള് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല, കുറച്ച് വിദ്യാഭ്യാസം കുറവാ അല്ല. എനിക്ക് അന്ന് തോന്നി, അന്ന് പോഡ്കാസ്റ്റ് ഇരുന്നപ്പോ എനിക്ക് തോന്നി ഇവർക്ക് കുറച്ച് കുറവാല. ഈഗോ? ആർക്ക് ഈഗോ? എടാ മിന്നു, അത് പെട്ടെന്ന് ആദ്യമായിട്ട് ലൈവ് സ്ട്രീമില് വരുന്നു. ഇതെന്താ ഇവിടെ നടക്കുന്നത്? നിങ്ങടാ മാറിയ ഇതെന്താന്ന് നോക്കിയ ചാറ്റ്. ഇവിടെ ഗസ്റ്റ് വന്ന് ഇരിക്കുമ്പോ നീ എടാ പുക വരുന്നുണ്ട് എടുത്ത് മാറ്റിക്കോ. അപ്പുറത്ത് പുകയാ. നിങ്ങൾക്ക് ഡിന്നർ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കാം. ജാസിന്റെ സ്നേഹം ഒന്നല്ലേ ഇല്ലെന്ന് പോലെ ഞാൻ ചവിട്ടി പുറത്തോടും. അത് ബാക്കിയുണ്ടെങ്കിൽ തന്നെ. എടാ വേറെ ഉണ്ടാ ജ്യൂസ് ഉണ്ടാ? അല്ല ഇങ്ങ് തന്നെ കോൾ വാവനെ വിളിക്കടാ. വാവനെ വിളിക്കാം. ഓക്കെ എടുക്കോ നോക്കാം വിളിച്ചു നോക്കാം. മിഠായിട്ടില്ല. മൈക്ക് ഊരി അയ്യോ നമ്പർ ലീക്കാവല്ലേ. വാ ഇവന് ഫേസ് ടൈം ഒന്നുമില്ല. വാട്സപ്പ് ഞാൻ ഷുഗർ കട്ട് അത് നേരത്തെ എടേ ഫ്രീയാ? എടാ ഫ്രീയാ? എന്റെ കൂടെ ഒരാളുണ്ട്, കാണോ? ഓ ലൈവ് കാണുന്നുണ്ടോ? എന്ത് മിന്നു നീ ലൈവ് കാണുന്നില്ല പിന്നെ ആരൊക്കെയാന്ന് ചോദിക്കുന്നത് എന്നോട്. നീ കണ്ടോണ്ടിരിക്കല്ലേ? എന്താ കഥ? കൊറേ കാലമല്ല കണ്ടിട്ട്. ഓക്കെ, എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ചാറ്റിലുള്ള എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്. ഇത്തവണ നീ എന്തുകൊണ്ട് മെഹറിനെ അവോയ്ഡ് ചെയ്തു? പിന്നെ നീ മിന്നുവിനെ കൊണ്ടല്ലേ ട്രിപ്പ് പോയത്.
നീ മേറിനെ കൂട്ടിയില്ലല്ലോ. ചാറ്റില് മെയിൻ ആയിട്ട് ചോദിക്കുന്ന കാര്യം അത്. കട്ടാക്കിട്ട് പോകാനും നോക്കണ്ട പോലെ നീ ഉത്തരം പറഞ്ഞു പോയാ മതി. ആണോ? അല്ല പറ. ഓ വേറെ പറഞ്ഞുതരാം. അപ്പൊ ആൾക്കാർ കേൾക്കാൻ പറ്റാത്തൊരു റീസണാന്നുള്ളത് ഇത്. ആണോ? നീ എന്താ മൊത്തത്തില് മെഹറിന് അറിയാൻ പേഴ്സണൽ കാര്യമെന്ന് പറഞ്ഞത്? കിക്ക് മിന്നു ആറ്റിറ്റ്യൂഡ് ഇട്ട് എല്ലാവരും ഷോന്നാ പറയുന്നത് കേട്ടാ. മിന്നു വായിക്കോടുക്കും. മിന്നു എന്താ പറയാനുള്ള നോക്കട്ടെ. അല്ല എന്തേലും പറ കാരണം എല്ലാരും ഷോ എന്നല്ല പറയുന്നത്. ചോദിക്കും മിന്നുവിനോട് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്തേലും ചോദിച്ചാലോ ഉത്തരം പറയല്ലേ. എടാ മുത്ത, നീ എന്താ മൊത്തം ഡൗൺ ആയ പോലെ? എന്താ പറ്റിയ? ഓക്കെ അല്ലേ നീ? എന്ത് ആണോ? അപ്പൊ ശരി, കാണാം. എല്ലാരും നിന്നെ വിളിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് വിളിച്ച. അപ്പൊ ഓക്കെ ബൈ, സിയോ. എന്താ പറഞ്ഞ? ബാങ്കോക്ക് നമുക്ക് വേണ്ട ഒരു ദിവസം. ബാങ്കോക്ക് എങ്ങനെയുണ്ട്? ബാങ്കോക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയാ. എത്ര ദിവസം തന്നെ നിങ്ങൾ? ഇതെന്താന്ന് ഇവിടെ നടക്കുന്നു? ഇവിടെ ഒരു ഗസ്റ്റ് വന്നിരിക്കുന്ന ഇവൻ കാണുന്നില്ല. അപ്പൊ മെഹർ ക്യൂട്ടോ? മിന്നു സിംഗിളാണോ ചോദിക്കുന്നത്? അല്ല അത് ശരിക്കും അവർ ചോദിച്ചത്. ഞാൻ ചോദിച്ചതല്ല, അവര് ചോദിച്ചു. ഇതെന്താ? ഇല്ല, ഇൻവെർട്ടർ ഉണ്ട്, പേടിക്കണ്ട. എന്താ സംഭവം? എന്താ ട്രിപ്പായതാ ഒന്ന് പൊക്കിയ? മിന്നു സിംഗിളാന്ന് ചോദിക്കുന്ന? പറ, ഉത്തരം പറ. മിന്നു സിംഗിളാണെന്ന് ചാറ്റ് ചോദിച്ചു. ഒന്നും പറയുന്നില്ല. അതെന്താ മാരീഡാണോ? മാരീഡാ? പിന്നെ ബോയ് ഫ്രണ്ട് ഉണ്ട്. ബോയ് ഫ്രണ്ട് ഉണ്ട്. കമ്മിറ്റഡാ. എന്റെ മോണിറ്റർ അടിച്ചു പോയി. ഒരു സെക്കൻഡ്. വേറെ നല്ല ഐശ്വര്യ മിന്നുന്ന് മുത്തേ അടിച്ച് സാധനം അടിച്ച്. വന്നു കുറച്ച് അങ്ങോട്ടേക്ക് ഇരിക്കോ. എടാ സോഫ എടുത്തൊന്ന് ഇങ്ങോട്ടിട്ടെ. ക്യാമറ ഇങ്ങോട്ടേക്ക് തിരിക്കേണ്ടിരുന്നോ? ഒന്ന് കുറച്ച് അല്ല, കുറച്ച് അങ്ങോട്ടേക്ക് സോഫ ഇട്ടാ മതി. എന്റെ ക്യാമറ ഇങ്ങോട്ട് തിരിക്കേണ്ടിരുന്നതോ? ആ വയറ് വലിയുന്ന അവിടെ. ആരാ? എന്നിട്ട് ചാറ്റ് പറ ക്വസ്റ്റ്യൻസ്. ലൈവ് എന്ന് പറയുന്ന ആൾക്കാർ ലൈവ് എന്ന് പറയുന്ന കാര്യം പറയാലോ. കിക്ക് മിന്നു പോരാ, മിന്നു ജാട, ഇതെല്ലാം വായിക്കാൻ നിൽക്കുന്ന കേട്ടോ. ഇതിൽ പല അറാമ്പറപ്പ് ഉണ്ടാവേ. അത് നോക്കണ്ട അങ്ങനെ. വേണ്ട എല്ലാം വായിക്കാൻ പറ്റില്ല നമ്മള്. കാരണം അത്രയും ആൾക്കാരല്ല. ഇപ്പൊ 47,000 ആൾക്കാരുണ്ട്. അപ്പൊ അതില് എത്ര നല്ല ആൾക്കാരുടെ എത്ര മോശം ആൾക്കാർ നമുക്ക് പറയാൻ പറ്റില്ല. ആൾക്കാർ കൂടുമ്പോൾ അതിന് കണക്കായിട്ടുള്ള അറാമ്പറപ്പുകൾ കൂടും. അപ്പം എല്ലാം വായിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കമന്റ്സ് എല്ലാം വരുമോ? ഒന്നും നോക്കണ്ട കേട്ടോ. ചാറ്റ് വൃത്തിയായിട്ട് പറയുന്നവർക്കെല്ലാം ബാങ്ക് കൊടുക്കല്ല. മോഡറേറ്റേഴ്സ് വൃത്തിയായിട്ട് പറയുന്നവർക്കൊന്ന് ബാങ്ക് കൊടുക്കണം. ഓക്കെ, പാട്ട് എന്ന് പറയുന്ന പാട്ടോട് ഏത് പാട്ടാ? ചാറ്റ് പറഞ്ഞു. എന്നാ ഓക്കെ, ഞാൻ തുടങ്ങാം. ഓക്കെ, 1000 കണ്ടു. ഞാൻ തുടങ്ങി തട്ടെ. ഇത് വേണോ? കരോക്കെ വേണോ? ഓക്കെ, കരോക്കെ കിട്ടില്ല. ഞാനൊരു കാര്യം പറ്റേ, നിങ്ങൾ കിക്ക് മിന്നു എന്നിട്ട് സ്പാം ചെയ്തിട്ടാണ് ഓള് ഡൗൺ ആയത്. മനസ്സിലാവും? അതാ സംഭവം. അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ. മിന്നു നമ്മളൊരു കാര്യം പറയട്ടെ. അല്ല, ഞാൻ പറയുന്നതൊക്കെ ഈ കൂട്ടത്തില് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും കിക്ക് വന്നിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും കിക്ക് വന്നിട്ടില്ല. മേറിന് ആണോ? അതെല്ലാരും, അത് കുറെ ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് പല കമന്റ്സും വരും. മനസ്സിലാവും? അതാണ്. അപ്പൊ നമ്മൾ നല്ലത് മാത്രം നോക്കിയാൽ മതി. അതാ മിന്നു സൂപ്പർ എന്ന് പറയുന്ന ഒരാള്. വാ, മിന്നു ആൻഡ് മെഹർസ് ബ്രദർ ഈസ് ഇൻ ലവ്.
മിന്നു ഇൻട്രോവേർട്ട് ആണ്. അതാ സംഭവം അല്ലെ? അതാടാ, അല്ലാണ്ട് ജാട ഇട്ടിരിക്കുന്നല്ല, അവള് ഇൻട്രോവേർട്ട് ആണ്, അതാ സംഭവം. MBBS abroad visitors. Thank you for the 899 rupees super chat bro. നദീം ഷായ് താങ്ക് യു ഫോർ ദ 10 സൗദി റിയാൽ. കസവിനാൽ പാടാൻ പറയാന്ന് അറിയാം. ഓക്വേർഡ് നോ എനർജി ബ്രോ. ഇന്ന് ഗസ്റ്റ് ഒക്കെ വന്നാലോ പ്ലീസ് ലെറ്റ് മമ്മു ഇന്ന്. മമ്മൂനെ കൊണ്ടാ എന്താ ഗസ്റ്റിന്റെ അഭിപ്രായം പറ. മമ്മൂനെ ഉണ്ടോ യെസ് വി വാണ്ട് ചാറ്റ് യെസ് ഓർ നോ? യെസ് പറ. എന്നൊക്കെ ഞാൻ ആലോചിക്കട്ടെ. എടാ എല്ലാടാ നമ്മൾ പണിഷ്മെന്റ് കൊടുത്ത് നിർത്തിക്കുന്നല്ല. അപ്പോൾ എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലടാ, പക്ഷെ പിന്നെ നമ്മൾ ആ പണിഷ്മെന്റ് കൊടുത്തതിന് ഒരു അർത്ഥം ഇല്ലാണ്ടാവും. മനസ്സിലാവും? ഇപ്പം നിങ്ങൾ ലൈവിൽ കാണുന്ന ആൾക്കാരെ പോലെ പുറത്ത് വേറെ കുറേ ഓഡിയൻസ് ഉണ്ടോ, അത് മനസ്സിലാവും. അവരെ മുന്നിൽ ഞാൻ എന്തോ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആവും. അതുകൊണ്ടാണ് വേണ്ടല്ലോ. കുറച്ചുകൂടി പണിഷ്മെന്റ് പീരീഡ് കഴിയട്ടെ എന്നിട്ട് മതി. ഓക്കെ അതല്ല അല്ല നമ്മൾ കയറ്റണോ? യെസ് നോ യെസ് നോ യെസ് നോ യെസ് 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 നോ യെസ്. മിക്സഡാ ജസ്റ്റ് ഗസ്റ്റിന്റെ ടൈം മാത്രല്ല. ഓക്കെ ജസ്റ്റ് മമ്മു വന്നിട്ട് പോട്ടെ. അല്ല മമ്മനെ വിളി. നിനക്ക് തിരിച്ചു പറയുന്നുണ്ടാവട്ടെ. അയക്കോറിയാ മോള് ലൈവിന്റെ സൗണ്ട് ഒക്കെ നോക്കി. നമ്മളെ ലൈവ് ഇരുന്ന് കാണാം. ലൈവ് കാണാൻ തോന്നുന്നുണ്ട്. അയക്കോറിയാ അയക്കൂറിയാ അയക്കോറിയാ തിരിച്ചു പറയുന്നില്ല. മമ്മോ ഒന്നിങ്ങ വന്നേ. ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ട് പോയിക്കോ. ഇങ്ങാ എടാ ഇവിടെ ആരെല്ലാം വന്നിന് നോക്കിയാ. ആടെ ലൈവ് കാണുന്നുണ്ട്. എന്ത് സൗണ്ട് കേൾക്കുന്നുണ്ട് ലൈവിന്റെ. തൊപ്പി ലവ്സ് മെഹറ. ഒന്ന് പോയാടാ, വെറുതെ എന്തല്ലോ അങ്ങ് പറയാലേ, അർത്ഥമില്ലാത്ത അല്ല. എന്ത് ആര് പറഞ്ഞു? മമ്മൂനെ തൊപ്പിന്റെയും മേറിനെയും കല്യാണത്തിന് വിളിക്കുമെന്ന്. അവിടെ എന്താടാ ഇത്? കഴിഞ്ഞ ബിഗ് ബോസ് തുടക്കത്തിൽ എങ്ങനെയായിരുന്നു ബ്രോ? കുറെ വാഴകൾ ചുമ്മാ ഇരുന്ന് പാടും. ആ മമ്മു ഹായ് മമ്മു. വാ ഇരിക്ക്. ഇരിക്കൊന്നും വേണ്ട, അങ്ങനെ കൊറേ ഇരിക്കണ്ട. നീ പണിഷ്മെന്റ് പീരീഡില്ല, അത് മറക്കണ്ട. പാട്ട് പാടണ്ട ബോറാ. ഒരാള് സൂപ്പർ ചാറ്റ് ചെയ്ത് പാട്ട് പാടണ്ട, കൊറേ വാഴകൾ ചുമ്മാ ഇരുന്ന് പാടും എന്നെല്ലാം പറയുന്ന. ഞാൻ എപ്പോഴേ പറഞ്ഞത് ഞാൻ പാടുന്നില്ലാന്ന്. ബോറിംഗ് ബ്രദർ സീരിയസിൽ ഒന്നും തോന്നില്ല. അതെന്താ? എന്നാ പിന്നെ നിങ്ങൾ പറ വേറെന്താ ചെയ്യണ്ട? ചാറ്റ് പറ. ബോറിംഗ് ബ്രദർ അതെന്താ? അത് ഞാൻ പാടിയായിരുന്നു. മൈക്ക് എന്റെ ഇവിടെ ഇരിക്കണത്. അല്ല വേറെന്താ ചെയ്യണേ? ചാറ്റ് പറ. എൽ സ്ട്രീം ബ്രോ സീരിയസ്ലി. അപ്പൊ എനിക്കുള്ള എക്സൈറ്റ്മെന്റ് ഒന്നും ആൾക്കാർക്ക് ഇല്ലല്ലേ? അപ്പം അല്ല ഞാൻ മെഹറും മിന്നുവലും വരുന്ന പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ ആ ഒരു ഇത് ഇവർക്ക് ഫീൽ എനിക്കൊന്ന് തോർത്താൻ. ഫ്രിഡ്ജിൽ വെക്കായിരുന്നില്ലേ? We want justice, save മമ്മു എന്ന് അറിയുന്നുണ്ടോ? ഡാൻസ് ലാസ്റ്റ്. ഇതെന്താണ് വെറു കേക്ക് മുന്നല്? ഇതല്ല എന്റെ പരിപാടി. ഇത് എന്റെ കോയിലപ്പം തിന്നണം പോലും എനിക്ക്. ക്രിഞ്ചാണ് ബ്രോ. റിയാക്ട് ചെയ്യാം. ഓക്കെ എന്താ റിയാക്ട് ചെയ്യണം? ചാറ്റ് പറ. എന്താ ഇന്റർവ്യൂ റിയാക്ട് ചെയ്തിട്ട്? ഇന്റർവ്യൂ എല്ലാവരും കണ്ടതല്ലേ? അതെന്താ അന്നപ്പാ ഇന്റർവ്യൂ റിയാക്ട് ചെയ്യാം. അതെന്താ ഇന്റർവ്യൂ റിയാക്ട് ചെയ്യല്ലേന്ന്? ചെയ്തോ. അല്ലെങ്കിൽ വേറൊരു സംഭവം നമുക്ക് ഡിസ്കോഡ് കയറാം. ഡിസ്കോഡിൽ ഒരുമിച്ച് റിയാക്ട് ചെയ്യാൻ പറയുന്നത്. ഡിസ്കോഡ് ക്ലിപ്സ് റിയാക്ട് ചെയ്യാം.
മമ്മു ഔട്ട് മമ്മു പോയി പോലെ മമ്മു പോയില്ലേ മമ്മു ഔട്ട് എന്ന് പറയുന്ന ഒരാള് മമ്മതെ ഇതെല്ലാം പറയുന്ന ഇന്റർവ്യൂ എടുക്കാം മിന്നുവിന് ഇന്റർവ്യൂ എടുക്കാൻ പറയുന്ന ഓക്കെ എന്നാ പിന്നെ ഇവിടെ പലതും പുറത്തു വരും. പക്ഷെ മിന്നിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലടാ. ഞാൻ ആദ്യമായിട്ട് മിന്നിനെ കാണുന്നത്. അങ്ങനെ ഇന്റർവ്യൂ എടുക്കും. പക്ഷെ വേറെ എന്നെ കുറിച്ച് റിസർച്ച് ചെയ്തില്ലേ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ്? അല്ല നന്നായിട്ടൊന്നുമില്ല, അത്യാവശ്യം. എന്റെ ഫീൽഡിൽ ഫുൾ തൊപ്പിയാണ്. ഇൻസ്റ്റ തുറന്നാലും യൂട്യൂബ് തൊപ്പി ഒഴിവാക്കിയ മമ്മുനെ ഞാൻ എന്റെ ബേക്കറിയിൽ സെയിൽസ്മാൻ ആയി നിർത്താൻ പോകുന്നു. 6 മാസം കൊണ്ട് ഇവനെ നന്നാക്കി എടുക്കുന്നതാണ്. ബേക്കറി മൂട്ടേണ്ട വരും. ബേക്കറിയിൽ സാധനങ്ങളൊന്നും ബാക്കി ഉണ്ടാവില്ല പിന്നെ. അതായത് നമ്മൾ ലൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ അല്ല ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഇത് കാണിക്കാൻ പറ്റത്തില്ല, ഇതിൽ കിട്ടുന്നില്ല. ലൈവ് തീരാനായപ്പോ ഒരു മസാജ് വീഡിയോ എന്തോ യൂട്യൂബിൽ ഇങ്ങനെ റെക്കമെൻഡേഷനിൽ വന്ന് അത് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോ ഇവൻ അയ്യേ ഇതെന്താ ഇതെല്ലാം കാണുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ വലിയ ഷോ ഇറക്കി ലൈവിന്റെ ഇടയിൽ. ഷോ ഇറക്കി ഈ ഷമീർ ഈ മസാജ് വീഡിയോ കണ്ടപ്പോ. എന്നിട്ട് ആ ലൈവ് ഇങ്ങനെ തീരുന്നത്. ഇത് കഴിഞ്ഞ് ഇവൻ ചാറ്റെല്ലാം പറഞ്ഞ ആ ലൈവ് അവിടെ തീർന്ന്. ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് റെക്കോർഡ് ഓൺ ആക്കി ഇട്ടിന്. അല്ല ഞാൻ പറയട്ടാ, അല്ല ഇതൊന്ന് കാണാതെ ഒന്ന് പിടിച്ചു വെച്ചാ ഒന്ന് പിടിച്ചു വെച്ചാ ഒന്ന് പിടിച്ചു ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ്. ഇതൊന്ന് കണ്ടു നോക്കോ. എല്ലാരും കാണണം, ചാറ്റ് ഓഡിയൻസ് നിങ്ങളും കാണണം, മെഹറും കാണണം, എല്ലാരും കാണണം. എല്ലാ സ്പൂണാ പേടിക്കണ. പിടിച്ചു വെച്ചോ ഒച്ചയാക്കല്ല വായ പൊട്ടിക്ക് വായ പൊത്തിക്ക്. കഴിഞ്ഞാന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ റെക്കോർഡ് ഓൺ ആക്കി ഇട്ടാ നൈസായിട്ട്. നോക്കിയാ ഇത് ലൈവിലില്ല. എനിക്ക് ഇതിന്റെ ഇത് കാണണായിരിക്കും അല്ലെ. ഇത് എന്തൊരു നാറിയാടാ. പിന്നെ ലൈവ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതുകൊണ്ട് അതുകൊണ്ട് എന്ത് ലൈവ് ഇതിനെ കാണും? എന്താണ് മസാജ്? ഇത് റീസൈക്കിൾ പിന്നിലുണ്ടായിരുന്നു. കണ്ടല്ലോ ചാറ്റ്, എല്ലാരും കേട്ടല്ലോ. ഇല്ല എല്ലാരും കണ്ടല്ലോ. ഷമീറിന്റെ റിയൽ എല്ലാരും കണ്ടല്ലോ. ഇപ്പൊ നമ്മളെ മുന്നില് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, സ്ത്രീ വിരുദ്ധനാന്ന്. ഇതാണ് ഇവന്റെ പരിപാടി. ലോഡിങ് ആവും. എന്തുപറ്റി? ഇത് റീസൈക്കിൾ പിന്നിലുണ്ടായിരുന്നു. കണ്ടല്ലോ ചാറ്റ്, എല്ലാരും കേട്ടല്ലോ. ഇല്ല എല്ലാരും കണ്ടല്ലോ. ഷമീറിന്റെ റിയൽ എല്ലാരും കണ്ടല്ലോ. ഇപ്പൊ നമ്മളെ മുന്നില് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, സ്ത്രീ വിരുദ്ധനാന്ന്. ഇതാണ് ഇവന്റെ പരിപാടി. ലോഡിങ് ആവും. എന്തുപറ്റി? ചാറ്റ് ലോഡിങ് ലാഗ. ഒന്ന് നോക്കിയാ റീഫ്രഷ് ചെയ്ത് നോക്കിയാ. എടോ